മെഗാസമ്മാന നറുക്കെടുപ്പിന്റെ ചടങ്ങിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ KSFE ചെയർമാൻ ശ്രീ K. വരദരാജൻ അവർ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സമാരാധനായ കേരള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ K.N. ബാലഗോപാൽ അവരും യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ വാർഡ് കൗൺസിലർ ബഹുമാന്യനായ ശ്രീ R. ഹരികുമാർ, KSFEയുടെ ഡയറക്ടർ ബോർഡ് അംഗം ഡോക്ടർ P. ശശികുമാർ അവർ, KSFE സംസ്ഥാന ലോട്ടറി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീ രാജ് കപൂർ, KSFEയുടെ സംഘടനാ പ്രതിനിധികൾ ശ്രീ മുരളീകൃഷ്ണപിള്ള, ശ്രീ സൽജബീൽ, ശ്രീ വിനോദ്, ശ്രീ സുശീലൻ, അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള KSFEയുടെ നറുക്കെടുപ്പിന്റെ ജഡ്ജസ് പാനൽ, ബഹുമാന്യരായിട്ടുള്ള അംഗങ്ങൾ, ബഹുമാന്യരായ ലോട്ടറി വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ, KSFEയുടെ വിവിധ ശാഖകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള പ്രീമിയറായിട്ടുള്ള സഹപ്രവർത്തകർ, വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള KSFEയുടെ ബഹുമാന്യരായ ഇടപാടുകാർ, പ്രിയപ്പെട്ട നാട്ടുകാർ, മാധ്യമ പ്രതിനിധികൾ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷം പകരുന്ന ഒരു സന്ദർഭമാണിത്. കാരണം എല്ലാ വർഷവും KSFE നടപ്പാക്കുന്ന ചിട്ടി പദ്ധതികൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് എത്തുന്നതിനും ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും ഒക്കെയായി സമ്മാന പദ്ധതികൾ കോർത്തിണക്കിക്കൊണ്ടാണ് KSFE ചിട്ടി പദ്ധതികൾ നടപ്പാക്കാറുള്ളത്. ഈ കഴിഞ്ഞ 2025 മാർച്ച് അവസാനിച്ച സാമ്പത്തിക വർഷം ഗാലക്സി ചിട്ടി എന്നുള്ള നിലയിലാണ് പദ്ധതികൾ അവതരിപ്പിച്ചത്. അതിൻ്റെ മെഗാ സമ്മാനം ഉൾപ്പെടെയുള്ള നറുക്കെടുപ്പ് ആണ് ഇവിടെ നടപ്പാക്കുന്നത്. നറുക്കെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, പൊതുവെ സൈബർ തട്ടിപ്പുകളും സാമ്പത്തിക തട്ടിപ്പുകളും ഒക്കെ തന്നെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ സാഹചര്യത്തിൽ കേരളം മാതൃക കാട്ടുകയാണ്. കൂടുതൽ സമ്മാന പദ്ധതികളിലൂടെ ഈ ചിട്ടി വിപണിയെ ഉണർത്തുന്നതിനും അതുവഴി ചിട്ടിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ ശക്തിമത്തായ ഭാവത്തെക്കുറിച്ചും ജനങ്ങളെ ധരിപ്പിക്കുന്നതിനും ഉതകുന്ന നിലയിലാണ് ചിട്ടി പദ്ധതികൾ. സമ്മാന പദ്ധതികളിലൂടെയാണ് അത് പ്രചരിപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രാധാന്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി KSFEയുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം KSFEയുടെ ഇതുപര്യന്തമുള്ള പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 4.5 വർഷക്കാലം വളരെ ചടുലമായി സ്ഥാപനത്തെ നയിക്കുന്ന കാര്യത്തിൽ, കൂടുതൽ പുരോഗതിയിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളതാണ്. ഈ നറുക്കെടുപ്പ് ചടങ്ങിലേക്ക് ബഹുമാനപ്പെട്ട KSFE ചെയർമാൻ ശ്രീ K. വരദരാജൻ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കേരള ധനകാര്യമന്ത്രി വളരെ താല്പര്യപൂർവ്വം ഈ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ സാമ്പത്തിക രംഗത്ത് പുത്തൻ ഉണർവ് സൃഷ്ടിക്കുകയും രാജ്യത്തിനാകെ മാതൃകയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയരൂപീകരണവും അതിൻ്റെ പ്രാവർത്തികമായിട്ടുള്ള നിലയും ഒക്കെ തന്നെ കേരളം പൊതുവെ നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു ഘട്ടമാണിത്. അതിന് ചുക്കാൻ പിടിക്കുന്ന, അതൊക്കെ KSFEക്ക് പ്രചോദനം ആയി മാറിക്കൊണ്ടിരിക്കുന്ന, അടുത്തിടെ പോലും KSFEയുടെ ഒരു മികച്ച വേതന പരിഷ്കരണത്തിന് ഒക്കെ ഒരർത്ഥത്തിൽ ഞങ്ങൾക്ക് പല അർത്ഥത്തിലുമുള്ള സഹായവും അതുപോലെ നിർദ്ദേശവും ഒക്കെ തന്നെ നൽകിയിട്ടുള്ള ബഹുമാന്യനായ കേരള ധനകാര്യമന്ത്രി ശ്രീ K.N. ബാലഗോപാൽ അവരുടെ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ശ്രീ R. ഹരികുമാർ അവർ, അദ്ദേഹം ജഡ്ജസ് പാനലിൽ കൂടി ഉള്ള ഒരു മാന്യദേഹമാണ്. വളരെ താല്പര്യപൂർവ്വം ആദ്യം തന്നെ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്നു. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KSFEയുടെ മികച്ച ഭരണസമിതി, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അംഗം കൂടിയായിട്ടുള്ള നിങ്ങളുടെ ഒക്കെ വഴികാട്ടിയായിട്ടുള്ള ഡോക്ടർ P. ശശികുമാർ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. KSFE ഡയറക്ടർ ബോർഡ് അംഗത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. KSFEയുടെ സംഘടനാ പ്രതിനിധികൾ ഒന്നൊന്നായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. KSFE സ്റ്റാഫ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ശ്രീ S. മുരളീകൃഷ്ണപിള്ള സ്വാഗതം ചെയ്യുന്നു. KSFE OU ജനറൽ സെക്രട്ടറി ശ്രീ സൽജബീൽ KP സ്വാഗതം ചെയ്യുന്നു. KSFE FIAയുടെ ജനറൽ സെക്രട്ടറി ശ്രീ S. വിനോദിനെ സ്വാഗതം ചെയ്യുന്നു. KSFE OA ജനറൽ സെക്രട്ടറി ശ്രീ S. സുശീലിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള ജഡ്ജസ് പാനൽ അംഗങ്ങൾ,
അതുപോലെ കൂടാതെ നമ്മുടെ ഡയറക്ട് ലോട്ടറീസ് വകുപ്പിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ രാജ് കപൂർ, ജോയിന്റ് ഡയറക്ടർ, സംസ്ഥാന ലോട്ടറി വകുപ്പ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പാനൽ അംഗങ്ങൾ ഓരോരുത്തരെയും ബഹുമാന്യരെ സ്വാഗതം ചെയ്യുന്നു. ലോട്ടറി വകുപ്പിൻ്റെ ബഹുമാന്യരായ ഉദ്യോഗസ്ഥർ, അതുപോലെ മീഡിയ പ്രതിനിധികൾ, KSFയുടെ ജീവനക്കാർ, ഏജന്റുമാർ, അപ്രൈസർമാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ ഇടപാടുകാർ, ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട KSFE ചെയർമാൻ ശ്രീ കെ വരദരാജൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ, അധ്യക്ഷതയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ള KSFE കുടുംബാംഗങ്ങളെ, ദീർഘമായി സംസാരിക്കുന്നില്ല. ഒന്ന് നമ്മൾ ഈ സമയം അങ്ങനെ ഒരു വലിയ പ്രസംഗം നടത്തുന്നതിന് പറ്റിയ സമയമല്ല. KSFE ഇപ്പോൾ നമ്മൾ 6 കോടി രൂപയുടെ 6,02,00,000 രൂപയുടെ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് ഉൾപ്പെടെ 13.36 കോടി രൂപയുടെ സമ്മാന പദ്ധതിയാണ് നടപ്പാക്കിയത്. ഈ വർഷം ചിട്ടിയുടെ സമാപനത്തോടനുബന്ധിച്ച് 100 വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങളെയും സിംഗപ്പൂർ യാത്ര കൊണ്ടുപോവുക എന്നുള്ളതാണ് മെഗാ സമ്മാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടേറെ പദ്ധതികളിലൂടെ KSFE ഇന്ന് അതിൻ്റെ വളർച്ച വലിയ തോതിൽ മുന്നോട്ട് പോയി എന്ന് എല്ലാവർക്കും അറിയാം. KSFE ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രബലമായ അംഗീകാരം നേടിയ ഒരു നോൺ ബാങ്കിങ് സ്ഥാപനമായി മാറി. അതിനെല്ലാവരുടെയും സഹായവും സഹകരണവും എല്ലാ കാലങ്ങളിലും KSFEക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിൻ്റെ വളർച്ചയിൽ കഴിഞ്ഞ 10 വർഷമെടുത്താൽ വലിയ കുതിച്ചുചാട്ടമാണ് KSFE നിർവഹിച്ചത്.